ഒന്ന് സങ്കല്പിച്ചു നോക്കൂ, നിങ്ങളുടെ കൂട്ടുകാരൻ അല്ലെങ്കിൽ നിങ്ങളുടെ സഹപ്രവർത്തകൻ, ഒരുപക്ഷെ നിങ്ങളുടെ ജീവിത പങ്കാളി, പുറമെ വളരെ സ്നേഹമുള്ള വിശ്വസിക്കാവുന്ന ഒരാളായി അവർ പെരുമാറുന്നു. എന്നാൽ നിങ്ങളുടെ വികാരങ്ങളെയോ വേദനകളെയോ അവർക്കൊരു തരി പോലും മനസ്സിലാക്കാൻ കഴിയില്ല. നിങ്ങളുടെ ദുരിതത്തിൽ അവർ ആനന്ദം കണ്ടെത്തുന്നു. ഡെഡ് ബണ്ടിയെ പോലെയുള്ള പുറമെ നല്ലവരായി തോന്നിച്ച് ആളുകളെ വേട്ടയാടുന്ന ചിലരുണ്ട്. അവരെയാണ് നമ്മൾ സൈക്കോപാത്തുകൾ എന്ന് വിളിക്കുന്നത്. ഈ ലോകത്തിൽ 1% ആളുകൾ സൈക്കോപാത്തുകളാണ്. അവർ നിങ്ങളുടെ അടുത്ത് തന്നെ ഉണ്ടാവാം. അവരെ എങ്ങനെ തിരിച്ചറിയാം? അവരിൽ നിന്ന് എങ്ങനെ രക്ഷ നേടാം? ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങളാണ് വില്ലേജ് ലൈറ്റിൻ്റെ ഇന്നത്തെ എപ്പിസോഡ്. സൈക്കോപാത്തുകളുടെ 12 ലക്ഷണങ്ങൾ ഏതൊക്കെയെന്ന് വിശദമായി നമുക്ക് പരിശോധിക്കാം. ഒന്നാമതായി, സഹാനുഭൂതിയില്ലാത്തവരാണിവർ. സൈക്കോപാത്തുകളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷണം മറ്റുള്ളവരുടെ വികാരങ്ങളോട് അവർക്ക് സഹാനുഭൂതിയില്ല എന്നുള്ളതാണ്. അതായത്, ഒരു സാധാരണ മനുഷ്യന് മറ്റൊരാളുടെ ദുരിതം കാണുമ്പോൾ തോന്നുന്ന വിഷമമോ സങ്കടമോ അവർക്ക് അനുഭവപ്പെടുകയില്ല. അവർ വൈകാരികമായി ശൂന്യരാണ്. നിങ്ങളുടെ കഷ്ടപ്പാടുകളോ വേദനയോ അവരെ ഒട്ടും ബാധിക്കുകയില്ല. ഒരുപക്ഷെ അവർ നിങ്ങളുടെ സങ്കടത്തിൽ സന്തോഷം കണ്ടെത്താൻ സാധ്യതയുണ്ട്. അവർക്ക് മറ്റുള്ളവരുടെ വികാരങ്ങളെ മനസ്സിലാക്കാനോ അതുമായി ബന്ധപ്പെടാനോ സാധിക്കാത്തതുകൊണ്ട് അവർക്കാരുടെയും കണ്ണുനീർ കണ്ടാൽ ഒരു മാറ്റവും ഉണ്ടാവുകയില്ല. ഈ സ്വഭാവമാണ് അവരെ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തരാക്കുന്നത്. ഇങ്ങനെയുള്ള ആളുകൾ തങ്ങളുടെ സ്വാർത്ഥ താല്പര്യങ്ങൾക്കായി മറ്റുള്ളവരെ ഉപയോഗപ്പെടുത്തുന്നു. ഒരു വൈകാരിക ബന്ധം സ്ഥാപിക്കുന്നതിൽ അവർ പരാജയപ്പെടുന്നു. അവർക്ക് സ്നേഹമോ ദയയോ ഇല്ല. അവർക്ക് വികാരങ്ങളില്ലെന്ന് പറയുന്നതാണ് കൂടുതൽ ശരി. നിങ്ങൾ അവരെ പൂർണ്ണമായി വിശ്വസിച്ചാൽ പോലും അവർ നിങ്ങളെ ചതിക്കാനുള്ള സാധ്യതയുണ്ട്. അവരുടെ ലക്ഷ്യങ്ങൾ നിറവേറ്റുന്നതിന് ഒരു തടസ്സമായി നിങ്ങൾ മാറിയാൽ അവർ നിങ്ങളെ എളുപ്പത്തിൽ ഒഴിവാക്കും. ഈ സ്വഭാവം കാരണം അവരുമായി അടുപ്പം സ്ഥാപിക്കുന്നത് വളരെ ബുദ്ധിമുട്ടാണ്. ഒരു സൈക്കോപാത്തിന് തൻ്റെ സുഹൃത്തോ അല്ലെങ്കിൽ ബന്ധുവോ ഗുരുതരമായി രോഗം ബാധിച്ചാൽ പോലും അവർക്കൊരു വിഷമവും തോന്നുകയില്ല. അത്തരം സാഹചര്യങ്ങളിൽ അവർ ആ വ്യക്തിയെ തങ്ങളുടെ ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കാൻ ശ്രമിക്കും. തനിക്ക് ആവശ്യമുള്ളപ്പോൾ മാത്രം അവർ ആ വ്യക്തിയുമായി ബന്ധം പുലർത്തുകയും തൻ്റെ ആവശ്യം കഴിഞ്ഞാൽ അവരെ പൂർണ്ണമായും അവഗണിക്കുകയും ചെയ്യും. ഇതവരുടെ വൈകാരികമായ ശൂന്യതയെയാണ് കാണിക്കുന്നത്. ഇത്തരം ആളുകൾ പലപ്പോഴും വൈകാരികമായ പ്രതികരണങ്ങൾ അഭിനയിച്ചുകൊണ്ട് മറ്റുള്ളവരെ കബളിപ്പിക്കാറുണ്ട്. അവർ മറ്റുള്ളവരെ സന്തോഷിപ്പിക്കാനായി സന്തോഷിക്കുകയും ദുഃഖിപ്പിക്കാനായി ദുഃഖിക്കുകയും ചെയ്യും. എന്നാൽ അവരുടെ ഉള്ളിൽ അതിനൊരു മാറ്റവും ഉണ്ടാവില്ല. ഈ സ്വഭാവം അവർക്ക് മറ്റുള്ളവരെ പെട്ടെന്ന് ആകർഷിക്കാനുള്ള കഴിവ് നൽകുന്നു. പക്ഷേ ഇതവരുടെ യഥാർത്ഥ സ്വഭാവമല്ല. ഇതവരുടെ ജീവിതത്തിലെ ഒരു അഭിനയം മാത്രമാണ്. രണ്ടാമതായി, അമിതമായ സ്വാർത്ഥതയുള്ളവരാണ് ഇവർ എന്നുള്ളതാണ്. ഒരു സൈക്കോപാത്ത് എപ്പോഴും സ്വന്തം കാര്യങ്ങൾക്ക് മാത്രമാണ് മുൻഗണന നൽകുന്നത്. അവരുടെ ആഗ്രഹങ്ങൾക്കും ലക്ഷ്യങ്ങൾക്കും വേണ്ടി എന്തും ചെയ്യാൻ അവർ തയ്യാറാണ്. അവർക്ക് മറ്റൊരാളുടെ വേദനയോ കഷ്ടപ്പാടുകളോ ഒരു പ്രശ്നമല്ല. തങ്ങളുടെ ലക്ഷ്യങ്ങൾ നേടുന്നതിൽ അവർക്ക് വലിയ സന്തോഷം തോന്നുന്നു. ഒരു സൈക്കോപാത്തിനെ സംബന്ധിച്ചിടത്തോളം ഈ ലോകം മുഴുവൻ അവനു വേണ്ടി മാത്രമാണ് നിലനിൽക്കുന്നത്. മറ്റുള്ളവരെല്ലാം അവനെ സേവിക്കാൻ വേണ്ടിയുള്ളവരാണ്. ഇത്തരം ആളുകൾക്ക് എന്ത് വേണമെന്ന് തീരുമാനിക്കാൻ അധികം സമയം വേണ്ടിവരില്ല. കാരണം അവർക്ക് സ്വന്തം കാര്യങ്ങളെക്കുറിച്ച് മാത്രമേ ചിന്തിക്കാൻ കഴിയൂ. തൻ്റെ ലക്ഷ്യം നിറവേറ്റാൻ വേണ്ടി എന്ത് ക്രൂരകൃത്യവും ചെയ്യാൻ അവർക്ക് മടിയില്ല. ഈ സ്വഭാവം കാരണം അവരെ വിശ്വസിക്കുന്നത് വളരെ അപകടകരമാണ്. നിങ്ങൾ അവരെ സഹായിക്കാൻ ശ്രമിച്ചാൽ പോലും അവർക്കതിൽ നന്ദി തോന്നുകയില്ല. അവർക്കൊരു വ്യക്തിയുമായി സൗഹൃദം സ്ഥാപിക്കുമ്പോൾ ആ വ്യക്തിയിൽ നിന്ന് തനിക്കെന്ത് ലഭിക്കുമെന്ന് അവർ ചിന്തിക്കും. അങ്ങനെയൊരു നേട്ടവും ആ വ്യക്തിയിൽ നിന്ന് ഇല്ല എങ്കിൽ അവർ ആ സൗഹൃദം പെട്ടെന്ന് അവസാനിപ്പിക്കാൻ സാധ്യതയുണ്ട്. ഒരു സൈക്കോപാത്തിനെ സംബന്ധിച്ചിടത്തോളം ബന്ധങ്ങൾ വെറും ഇടപാടുകൾ മാത്രമാണ്. അവർക്ക് മറ്റൊരാളോട് സ്നേഹമോ ബഹുമാനമോ ഇല്ല. അവർക്കൊരു തെറ്റ് സംഭവിച്ചാൽ പോലും അവർ അത് അംഗീകരിക്കുകയില്ല. കാരണം താനാണ് ശരിയെന്ന് അവർ വിശ്വസിക്കുന്നു. തൻ്റെ ലക്ഷ്യങ്ങൾ നിറവേറ്റാൻ വേണ്ടി ഏതറ്റം വരെയും പോകാൻ അവർ തയ്യാറാണ്. ഇതവരെ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തരാക്കുകയും
അപകടകാരികളാക്കുകയും ചെയ്യുന്നു. മൂന്നാമതായി, ഇവർ വിദഗ്ധരായ നുണയന്മാരാണ് എന്നുള്ളതാണ്. സൈക്കോപാത്തുകൾ നുണ പറയുന്നതിലും കൃത്രിമത്വം കാണിക്കുന്നതിലും അതിവിദഗ്ധരാണ്. ഒരു നുണ പറയുമ്പോൾ പോലും അവരുടെ മുഖത്ത് യാതൊരു ഭാവഭേദവും ഉണ്ടാവുകയില്ല. അവർക്ക് നിങ്ങളുടെ കണ്ണിൽ നോക്കി നുണ പറയാൻ കഴിയും. അവർക്ക് നിങ്ങളെ കൊണ്ട് എളുപ്പത്തിൽ എന്തും വിശ്വസിപ്പിക്കാൻ കഴിയും. ഇതവരുടെ ഒരു പ്രത്യേക കഴിവാണ്. അവർ എപ്പോഴും മറ്റുള്ളവരുടെ ശ്രദ്ധ പിടിച്ചു പറ്റാൻ ശ്രമിക്കും. അവർക്ക് സ്വന്തം കഥകൾക്ക് ഒരുപാട് പ്രാധാന്യം നൽകാൻ താല്പര്യമുണ്ട്. അവരുടെ കഥകൾ പലപ്പോഴും സത്യത്തിൽ നിന്ന് വ്യത്യസ്തമായിരിക്കും. അവർ തങ്ങളെക്കുറിച്ച് നല്ലൊരു ചിത്രമുണ്ടാക്കിയെടുക്കുവാൻ ശ്രമിക്കും. അത് മറ്റുള്ളവർക്ക് അവരെ പെട്ടെന്ന് തിരിച്ചറിയാൻ കഴിയാതെയാക്കുന്നു. അവർക്ക് ആളുകളെ മനസ്സിലാക്കാൻ പ്രത്യേക കഴിവുണ്ട്. അവർക്കൊരു വ്യക്തിയുടെ ബലഹീനതകൾ വേഗത്തിൽ മനസ്സിലാക്കാൻ കഴിയും. അതവർക്ക് ആ വ്യക്തിയെ നിയന്ത്രിക്കാൻ സഹായിക്കും. അവർ മറ്റുള്ളവരുടെ വികാരങ്ങളെ ഉപയോഗിച്ചുകൊണ്ട് തങ്ങളുടെ ലക്ഷ്യങ്ങൾ നിറവേറ്റുന്നു. ഒരു സൈക്കോപാത്ത് എപ്പോഴും താൻ ഒരു നല്ല വ്യക്തിയാണ് എന്ന് മറ്റുള്ളവരെ വിശ്വസിപ്പിക്കുവാൻ ശ്രമിക്കും. ഇവർ പലപ്പോഴും ഒരു സമയം പല കഥകളും പറയാൻ സാധ്യതയുണ്ട്. ഒരു വ്യക്തിയോട് ഒരു കഥയും മറ്റൊരു വ്യക്തിയോട് മറ്റൊരു കഥയും. അവർക്കതിൽ ഒരു പ്രശ്നവും തോന്നുകയില്ല. കാരണം അവർക്ക് നുണ പറയുന്നത് ഒരു സാധാരണ കാര്യമാണ്. അവർക്ക് നുണകളിൽ ഒരു കുറ്റബോധവും തോന്നുകയില്ല. ഇതവരുടെ സ്വഭാവത്തിലെ ഒരു പ്രധാന ഭാഗമാണ്. നാലാമതായി, സൈക്കോപാത്തുകൾ ഉത്തരവാദിത്വമില്ലാത്തവരാണ്. ഒരു സൈക്കോപാത്തിന് ഉത്തരവാദിത്വബോധം വളരെ കുറവാണ്. ഒരു തെറ്റ് സംഭവിച്ചാൽ അതിൻ്റെ ഉത്തരവാദിത്വം അവർ ഏറ്റെടുക്കുകയില്ല. അവർ ചെയ്ത തെറ്റുകൾക്ക് മറ്റുള്ളവരെയാണ് കുറ്റപ്പെടുത്താറുള്ളത്. താൻ കാരണം ഒരാൾക്ക് ദോഷം സംഭവിച്ചാൽ പോലും അവർക്കതിൽ കുറ്റബോധം തോന്നുകയില്ല. അവർ എപ്പോഴും തങ്ങളെ തന്നെ ന്യായീകരിക്കുവാൻ ശ്രമിക്കും. അവർക്ക് ജീവിതത്തിൽ ഒരു ലക്ഷ്യമോ ഉത്തരവാദിത്വമോ ഉണ്ടാവുകയില്ല. അവർക്ക് സ്വന്തം കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ പോലും താല്പര്യമില്ല. അവർ എപ്പോഴും മറ്റുള്ളവരെ ആശ്രയിക്കാൻ ശ്രമിക്കും. അവർക്കൊരു സ്ഥിരമായ ജോലിയോ അല്ലെങ്കിൽ ഒരു ജീവിത പങ്കാളിയോ ഉണ്ടാവുകയില്ല. അവർക്കൊരു കാര്യത്തിലും സ്ഥിരതയുണ്ടാവുകയില്ല. ഒരു സൈക്കോപാത്തിന് ഒരു തെറ്റ് സംഭവിച്ചാൽ അവൻ അതിൽ നിന്നും രക്ഷപ്പെടാൻ പല തന്ത്രങ്ങളും ഉപയോഗിക്കും. അവൻ മറ്റൊരാളെ കുറ്റപ്പെടുത്തിക്കൊണ്ട് രക്ഷപ്പെടാൻ ശ്രമിക്കും. അവർ ചെയ്ത തെറ്റുകൾക്ക് ഒരു ന്യായീകരണം കണ്ടെത്താൻ ശ്രമിക്കും. അവർക്കൊരു തെറ്റ് സംഭവിച്ചാൽ പോലും അവർക്കതിൽ ഒരു വിഷമവും തോന്നുകയില്ല. അവർക്ക് സ്വന്തം ജീവിതത്തിൽ ഒരു ലക്ഷ്യമോ ആസൂത്രണമോ ഉണ്ടാവുകയില്ല. അവർക്ക് ഇന്നത്തെ ദിവസത്തെക്കുറിച്ച് മാത്രമേ ചിന്തയുള്ളൂ. അവർക്ക് ഭാവിയിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് ചിന്തിക്കാൻ കഴിയുകയില്ല. ഇതവരെ കൂടുതൽ അപകടകാരികളാക്കുന്നു. അവർക്ക് സ്വന്തം തെറ്റുകൾ മനസ്സിലാക്കാൻ ഒരിക്കലും കഴിയുകയില്ല. അഞ്ചാമതായി, സൈക്കോപാത്തുകൾ അമിതമായ ആത്മവിശ്വാസമുള്ളവരാണ് എന്നുള്ളതാണ്. സൈക്കോപാത്തുകൾക്ക് തങ്ങളെക്കുറിച്ച് വലിയ മതിപ്പാണ്. അവർ തങ്ങളാണ് ഈ ലോകത്തിലെ ഏറ്റവും കഴിവുള്ളവരും ബുദ്ധിമാന്മാരുമെന്ന് വിശ്വസിക്കുന്നു. തങ്ങളുടെ കഴിവുകൾ അതിശയോക്തിപരമായി അവതരിപ്പിക്കാൻ അവർക്ക് കഴിയും. അവർ സ്വയം ഒരു സൂപ്പർ ഹീറോ ആയിട്ടാണ് കാണുന്നത്. ഈ അമിതമായ ആത്മവിശ്വാസം കാരണം അവർ മറ്റുള്ളവരെക്കാൾ ഉയർന്നവരാണ് എന്ന് വിശ്വസിക്കുന്നു. ഈ അമിതമായ ആത്മവിശ്വാസം അവരുടെ തീരുമാനങ്ങളെയും പ്രവൃത്തികളെയും ബാധിക്കുന്നു. അവർക്ക് മറ്റുള്ളവരുടെ ഉപദേശങ്ങൾ സ്വീകരിക്കുവാൻ താല്പര്യമില്ല. അവർക്ക് മറ്റൊരാൾ തന്നെ വിമർശിക്കുന്നത് ഇഷ്ടവുമല്ല. അവർക്ക് സ്വന്തം തീരുമാനങ്ങളാണ് ശരിയെന്ന് വിശ്വസിക്കാൻ താല്പര്യമുണ്ട്. ഇത് പലപ്പോഴും അവരെ തെറ്റായ തീരുമാനങ്ങളിലേക്ക് നയിക്കുന്നു. ഒരു സൈക്കോപാത്തിന് എന്തെങ്കിലും ലക്ഷ്യം നിറവേറ്റാൻ സാധിച്ചാൽ അതവൻ്റെ കഴിവുകൊണ്ടാണെന്ന് അവൻ വിശ്വസിക്കും. എന്നാൽ ഒരു തെറ്റ് സംഭവിച്ചാൽ അത് മറ്റൊരാളുടെ കുറ്റമാണ് എന്ന് അവൻ വിശ്വസിക്കും. ഈ സ്വഭാവം കാരണം അവരെ തിരുത്തുവാൻ ഒരിക്കലും കഴിയുകയില്ല. അവർക്ക് തങ്ങളാണ് എപ്പോഴും ശരിയെന്ന് വിശ്വസിക്കുവാനാണ് താല്പര്യമുള്ളത്. ഈ അമിതമായ ആത്മവിശ്വാസം കാരണം അവർ അപകടകരമായ കാര്യങ്ങൾ ചെയ്യാൻ മടിക്കുകയില്ല. അവർക്ക് ഏതെങ്കിലും ഒരു കാര്യത്തിൽ പരാജയം സംഭവിച്ചാൽ പോലും അവർ അതിനെ അംഗീകരിക്കുകയില്ല. അവർക്ക് സ്വന്തം കഴിവുകളെക്കുറിച്ച് വലിയ മതിപ്പാണ്. ഇതവരെ കൂടുതൽ അപകടകാരികളാക്കി മാറ്റുന്നു. ആറാമതായി, സൈക്കോപാത്തുകൾ പലപ്പോഴും ആകർഷകമായ വ്യക്തിത്വം പ്രകടമാക്കുന്നു. പുറമെ സൈക്കോപാത്തുകൾ വളരെ ആകർഷകരും സംസാരിക്കാൻ കഴിവുള്ളവരുമായിരിക്കും. അവർക്ക് മറ്റുള്ളവരുടെ ശ്രദ്ധ പിടിച്ചു പറ്റാനും നിങ്ങളെ വേഗത്തിൽ സ്വാധീനിക്കാനും കഴിയും. അവർക്കൊരു വ്യക്തിയുടെ ചിന്താഗതി മനസ്സിലാക്കാനും അവരെ തങ്ങളുടെ വരുതിയിൽ നിർത്താനും കഴിയും.
ഇത് പലപ്പോഴും മറ്റുള്ളവർക്ക് അവരെ പെട്ടെന്ന് തിരിച്ചറിയാൻ കഴിയാതെയാക്കുന്നു. അവർക്ക് സംസാരിക്കാനുള്ള കഴിവ് കൂടുതലാണ്. അവർക്കൊരു വ്യക്തിയുമായി എളുപ്പത്തിൽ അടുപ്പം സ്ഥാപിക്കാൻ കഴിയും. അവർക്ക് അവരുടെ കഥകൾ വളരെ ഭംഗിയായി അവതരിപ്പിക്കാൻ കഴിയും. ഇത് മറ്റുള്ളവർക്ക് അവരെ വിശ്വസിക്കാൻ സഹായകമായി തീരുന്നു. എന്നാൽ ഈ ആകർഷകമായ സ്വഭാവം അവരുടെ യഥാർത്ഥ സ്വഭാവമല്ല. ഇത് അവരുടെ ഒരു അഭിനയം മാത്രമാണ്. ഒരു സൈക്കോപാത്ത് ഒരു വ്യക്തിയുമായി അടുപ്പം സ്ഥാപിക്കുമ്പോൾ അവർ ആ വ്യക്തിയെ തൻ്റെ വരുതിയിൽ നിർത്താൻ ശ്രമിക്കും. അവർ ആ വ്യക്തിയുടെ ഇഷ്ടങ്ങൾക്കും താല്പര്യങ്ങൾക്കും അനുസരിച്ച് പെരുമാറും. അത് ആ വ്യക്തിക്ക് അവനെ കൂടുതൽ വിശ്വസിക്കുവാൻ കാരണമായി തീരും. ഈ ആകർഷകമായ വ്യക്തിത്വം കാരണം സൈക്കോപാത്തുകൾക്ക് പലപ്പോഴും അധികാരികളെയും വലിയ ആളുകളെയും ആകർഷിക്കാൻ കഴിയും. അവർക്ക് ഉയർന്ന സ്ഥാനങ്ങളിലെത്താൻ കഴിയും. അവർ തങ്ങളുടെ കഴിവ് ഉപയോഗിച്ച് മറ്റുള്ളവരെ വശത്താക്കും. ഇതവരെ കൂടുതൽ അപകടകാരികളാക്കി തീർക്കുന്നു. ഏഴാമതായി, സൈക്കോപാത്തുകൾ നിയമങ്ങളോട് പുച്ഛമുള്ളവരാണ്. സാമൂഹിക നിയമങ്ങളും പൊതുവായ മര്യാദകളോടും സൈക്കോപാത്തുകൾക്ക് പുച്ഛമാണ്. അവർക്ക് സ്വന്തം ഇഷ്ടത്തിനനുസരിച്ച് ജീവിക്കാനാണ് താല്പര്യം. അവർക്ക് നിയമങ്ങൾ വെറും കടലാസു തുണ്ടുകൾ മാത്രമാണ്. അവർക്ക് നിയമങ്ങളെ അനുസരിക്കാൻ ഒരിക്കലും താല്പര്യമില്ല. ഒരു സൈക്കോപാത്തിന് നിയമങ്ങൾ ഒരു തടസ്സമല്ല. അവൻ തൻ്റെ ലക്ഷ്യങ്ങൾ നിറവേറ്റാൻ വേണ്ടി ഏത് നിയമവും ലംഘിക്കും. അവർക്ക് നിയമങ്ങളോടൊരു ബഹുമാനവുമില്ല. അവർക്ക് സ്വന്തം ഇഷ്ടപ്രകാരം ജീവിക്കാനാണ് താല്പര്യമുള്ളത്. ഈ സ്വഭാവം അവരെ ക്രിമിനൽ പ്രവർത്തനങ്ങളിലേക്ക് നയിക്കുന്നു. അവർക്കൊരു തെറ്റ് സംഭവിച്ചാൽ പോലും അവർക്കതിലൊരു കുറ്റബോധവും തോന്നുകയില്ല. അവർക്ക് നിയമങ്ങളോട് ഒരു താല്പര്യവുമില്ല. അവർക്കൊരു പോലീസ് ഉദ്യോഗസ്ഥനോടോ അല്ലെങ്കിൽ ഒരു ജഡ്ജിയോടോ ബഹുമാനം തോന്നുകയില്ല. അവർക്ക് തങ്ങളുടെ പ്രവൃത്തികൾക്ക് ഒരു വിശദീകരണം നൽകാൻ കഴിയുകയില്ല. അവർക്ക് നിയമങ്ങളെ അനുസരിക്കാൻ താല്പര്യമില്ല. അവർക്കൊരു സമൂഹത്തിൽ ജീവിക്കാനും താല്പര്യമില്ല. അവർക്ക് ഒറ്റയ്ക്ക് ജീവിക്കാനാണ് കൂടുതലും താല്പര്യം. എട്ടാമതായി, സൈക്കോപാത്തുകൾ എളുപ്പത്തിൽ ബോറടിക്കുന്നു. സൈക്കോപാത്തുകൾക്ക് ഒരേ കാര്യങ്ങൾ ചെയ്യുന്നത് ഇഷ്ടമല്ല. അവർക്ക് ഒരു കാര്യത്തിൽ അധികം ശ്രദ്ധിക്കാൻ കഴിയുകയില്ല. അവർക്ക് എപ്പോഴും പുതിയ കാര്യങ്ങൾ തേടിക്കൊണ്ടിരിക്കണം. സ്ഥിരമായി ജോലിയോ ബന്ധങ്ങളോ അവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നു. അവർക്ക് പുതിയ കാര്യങ്ങൾ ചെയ്യാനാണ് എപ്പോഴും താല്പര്യം. അവർക്ക് ജീവിതത്തിൽ ഒരു പുതിയ ഉത്തേജനം ലഭിക്കാതെ വരുമ്പോൾ അവർക്ക് ബോറടിക്കും. അവർക്ക് പുതിയ സ്ഥലങ്ങളിൽ പോകാനും പുതിയ ആളുകളുമായി ബന്ധപ്പെടാനും താല്പര്യമുണ്ട്. ഇതവരെ പലപ്പോഴും തെറ്റായ വഴികളിലേക്ക് നയിക്കുന്നു. ഒരു സൈക്കോപാത്തിന് ഒരു ജോലിയിൽ അധികകാലം തുടരുവാൻ കഴിയുകയില്ല. കാരണം അവർക്ക് ഒരേ കാര്യങ്ങൾ ചെയ്യുന്നത് മടുപ്പുണ്ടാക്കും. അവർക്ക് പുതിയ ജോലി അന്വേഷിക്കാൻ താല്പര്യമുണ്ടാകും. അവർക്ക് പുതിയ ആളുകളുമായി ബന്ധപ്പെടാനും താല്പര്യമുണ്ടാകും. അവർക്കൊരു വ്യക്തിയുമായി ദീർഘകാലം ബന്ധം നിലനിർത്താൻ കഴിയുകയില്ല. ഒൻപതാമതായി, സൈക്കോപാത്തുകൾ പെട്ടെന്ന് ദേഷ്യപ്പെടുന്നവരാണ്. ചെറിയ കാര്യങ്ങൾക്ക് പോലും സൈക്കോപാത്തുകൾ പെട്ടെന്ന് ദേഷ്യപ്പെടും. അവരുടെ ദേഷ്യം നിയന്ത്രിക്കാൻ അവർക്ക് കഴിയുകയില്ല. അവരുടെ ദേഷ്യം പലപ്പോഴും അക്രമങ്ങളിലേക്ക് നയിക്കും. അവർക്ക് ദേഷ്യം വരുമ്പോൾ അവർക്ക് തങ്ങളുടെ വികാരങ്ങൾ നിയന്ത്രിക്കാൻ സാധിക്കുകയില്ല. അവർക്ക് മറ്റുള്ളവരെ ഭീഷണിപ്പെടുത്താൻ താല്പര്യമുണ്ട്. അവർക്ക് മറ്റുള്ളവരെ ഭയപ്പെടുത്താൻ താല്പര്യമുണ്ട്. അവരുടെ ദേഷ്യം പലപ്പോഴും ആക്രമാസക്തമാണ്. അവർക്ക് ദേഷ്യം വരുമ്പോൾ അവർക്ക് തങ്ങളുടെ നിയന്ത്രണം നഷ്ടപ്പെടുന്നു. ഒരു സൈക്കോപാത്ത് ദേഷ്യപ്പെടുമ്പോൾ അവർ മറ്റൊരാളെ ഉപദ്രവിക്കുവാനും സാധ്യതയുണ്ട്. അവർക്ക് തങ്ങളുടെ ദേഷ്യം നിയന്ത്രിക്കുവാൻ കഴിയാത്തതുകൊണ്ട് അവർ തങ്ങളുടെ ദേഷ്യം നിയന്ത്രിക്കുവാൻ ശ്രമിക്കാറേയില്ല. അവരുടെ ദേഷ്യത്തിന് പലപ്പോഴും ഒരു കാരണവും ഉണ്ടാവുകയില്ല. പത്താമതായി, പശ്ചാത്താപമില്ലായ്മ. സൈക്കോപാത്തുകൾക്ക് തങ്ങൾ ചെയ്ത തെറ്റുകൾക്ക് യാതൊരു കുറ്റബോധവും തോന്നില്ല. തങ്ങൾ ചെയ്തത് ശരിയാണ് എന്ന് അവർ സ്വയം ന്യായീകരിക്കും. അവർക്ക് മറ്റൊരാളെ വേദനിപ്പിച്ചതിന് യാതൊരു വിഷമവും തോന്നുകയില്ല. അവർക്ക് തങ്ങളുടെ തെറ്റുകളെക്കുറിച്ച് ചിന്തിക്കാൻ കഴിയില്ല. ഈ സ്വഭാവം കാരണം അവരെ തിരുത്താനും സാധിക്കുകയില്ല. 11ാമതായി, സൈക്കോപാത്തുകൾ മറ്റുള്ളവരെ നിയന്ത്രിക്കുവാൻ താല്പര്യമുള്ളവരാണ്. സൈക്കോപാത്തുകൾക്ക് മറ്റുള്ളവരെ അവരുടെ വരുതിയിൽ നിർത്താൻ താല്പര്യമുണ്ടാകും. അവർ അതിനായി പല തന്ത്രങ്ങളും ഉപയോഗിക്കും. അവർക്ക് മറ്റുള്ളവരെ ഭീഷണിപ്പെടുത്താനും കബളിപ്പിക്കാനും താല്പര്യമുണ്ട്. അവർക്ക് മറ്റുള്ളവരെ നിയന്ത്രിക്കാൻ താല്പര്യമുണ്ട്. അവർക്കൊരു വ്യക്തിയെ അവരുടെ വരുതിയിൽ നിർത്താൻ സാധിച്ചാൽ അവർക്ക് വലിയ സന്തോഷം തോന്നും. അവർക്കൊരു വ്യക്തിയെ മാനസികമായി ഉപദ്രവിക്കാൻ കഴിയും. ഈ സ്വഭാവം അവരെ കൂടുതൽ അപകടകാരികളാക്കുന്നു. 12ാമതായി, സൈക്കോപാത്തുകൾ അപകടകരമായ കാര്യങ്ങളോട് താല്പര്യമുള്ളവരാണ്.
സൈക്കോപാത്തുകൾക്ക് അപകടകരമായ കാര്യങ്ങൾ ചെയ്യാനും അപകടം പിടിച്ച സ്ഥലങ്ങളിൽ പോകാനും താല്പര്യമുണ്ടാകും. അവർക്ക് ജീവിതത്തിൽ ഒരു പുതിയ ഉത്തേജനം ലഭിക്കാതെ വരുമ്പോൾ അവർക്ക് ബോറടിക്കുന്നു. അവർക്ക് പുതിയ കാര്യങ്ങൾ ചെയ്യാനാണ് താല്പര്യം. അവർക്ക് പുതിയ സ്ഥലങ്ങളിൽ പോകാനും പുതിയ ആളുകളുമായി ബന്ധപ്പെടാനും താല്പര്യമുണ്ട്. ഈ സ്വഭാവം അവരെ ക്രിമിനൽ പ്രവർത്തനങ്ങളിലേക്ക് നയിക്കുന്നു. സൈക്കോപാത്തുകൾ നമ്മുടെ സമൂഹത്തിലുണ്ട്. അവരെ തിരിച്ചറിയാനും അവരിൽ നിന്ന് സ്വയം രക്ഷിക്കാനും ഈ വീഡിയോ നിങ്ങളെ സഹായിക്കുമെന്ന് വിശ്വസിക്കുന്നു. നിങ്ങളുടെ ജീവിതം നിങ്ങളുടെ കൈകളിലാണ്. അതുകൊണ്ട് നല്ല തീരുമാനങ്ങൾ എടുക്കാൻ ശ്രദ്ധിക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു. അടുത്ത വീഡിയോയിൽ കാണാം. എല്ലാ സ്നേഹിതർക്കും ഹൃദയം നിറഞ്ഞ നന്ദി.